നമുക്കെല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വാനില ഐസ്ക്രീം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ആ വാനില ഐസ്ക്രീം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലോ? ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് വാനില ഐസ്ക്രീം എങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ഡിഷ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് ഞാൻ ഒരു 100 ഗ്രാം കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഞാനത് ക്രഷ് ചെയ്യുകയാണ്. ഈ ക്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പൗഡർ ആകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ഹോളാകാൻ പാടില്ല. ഒരു മീഡിയം ക്രഷേ ആകാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ കോട്ടിങ് കറക്റ്റായിട്ട് അത് ഐസ്ക്രീമിൽ പിടിച്ചിരിക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുകയാണ്. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് നമ്മൾ ആ ക്രംബിലേക്ക് ഇട്ട് നന്നായിട്ട് ക്രംബ് ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രംബ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ഡീപ് ഫ്രീസറിൽ വെക്കണം. ഡീപ് ഫ്രീസറിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ എത്ര സമയം വെക്കുക എന്നുള്ളത് നോക്കാൻ. നല്ല ഡീപ് ഫ്രീസറാണെങ്കിൽ നന്നായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ മതി. അല്ല എങ്കിൽ അതിൽ കൂടുതൽ മണിക്കൂർ നമ്മൾ വെക്കേണ്ടി വരും. ഇപ്പം ഞാനത് ഡീപ് ഫ്രീസറിൽ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു പ്ലേറ്റിങ്ങിലേക്ക് അല്പം ഫ്രൂട്ട്സ് കമ്പോട്ട് ഇട്ടു. എൻ്റെ ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. എൻ്റെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനത് ഫ്രൈ ചെയ്യുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീപ് ഫ്രീസറിൽ എത്ര നേരം വെച്ചു, അതെന്തുമാത്രം സ്ട്രോങ് ആണെന്നനുസരിച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത്ര നേരം ഹോൾഡ് ചെയ്യാൻ. ഇത് 20 to 30 സെക്കൻഡ് മതി ഫ്രൈ എടുക്കാൻ വേണ്ടി, അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ക്രിസ്പ് ആകാൻ വേണ്ടി. അത്രയും മതി. പക്ഷേ 1 മണിക്കൂർ ഒരു മിനിറ്റൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ പക്ഷേ അത് നന്നായിട്ട് ഫ്രീസർ ചെയ്തിരിക്കണം. ഇത് ഞാൻ 30 സെക്കൻഡേ ഫ്രൈ ചെയ്തുള്ളൂ. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, അതിൻ്റെ ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. നല്ല ഫ്രയർ ആയിരുന്നു. നല്ല ഹൈ ടെമ്പറേച്ചറിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് ക്രിസ്പായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അല്പം ഹണി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം എള്ള് നമ്മൾ ഗാർണിഷായിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രൈഡ് വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല ഡിഷുമായി കാണാം. താങ്ക് യു വെരി മച്ച്.